ചില വാഹനങ്ങളിൽ കയറി ഇരുന്നാൽ നമ്മൾ പറയാറുണ്ട് ഒരു ആനപ്പുറത്ത് കയറിയ പോലെ എന്നൊക്കെ. ശരിക്കും ഞാനിന്ന് ഇരിക്കുന്നത് ഒരു ആനപ്പുറത്ത് തന്നെയാണ്. സോവിയറ്റ് യൂണിയനിൽ നിർമ്മിച്ച് പിന്നീട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായ ക്രാക്സ് 255 എന്ന ലെഫ്റ്റ് ഹാൻഡ് 6 വീൽ ഡ്രൈവ് വാഹനമാണിത്. ഈ വാഹനം ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. ഇതെങ്ങനെ കോഴിക്കോട് എത്തിയെന്ന് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഒരു ക്രേസിൻ്റെ പുറത്താണ്. ഞാൻ പഞ്ചാബിൽ വേറൊരു ബിസിനസ്സിന് വേണ്ടി പോയപ്പം കണ്ടു, ഇഷ്ടപ്പെട്ടു, മേടിച്ചു. അതാണ് ഇതിൻ്റെ ആക്ച്വലി ബാക്ക് സ്റ്റോറി വരുന്നത്. പിന്നെ ഇങ്ങനത്തെ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലൊന്നും അങ്ങനെ ആരും കണ്ടുവരാത്ത വാഹനമാണ്. പിന്നെ ഇത് മിലിറ്ററിക്ക് മാത്രം കാണാൻ പറ്റുന്ന വാഹനമാണ് ഇത്. അതേപോലെ തന്നെ ഐ തിങ്ക് ഇവിടെ ഒരു മ്യൂസിയത്തിലുണ്ട്, മൈസൂർ ഞാനെന്ന് പറഞ്ഞൊരു മ്യൂസിയത്തിലിട്ട് കണ്ടിട്ടുണ്ട്. വേറെ എവിടെയും ഞാൻ ഈ വണ്ടി കണ്ടിട്ടില്ല. പിന്നെ ഈ വണ്ടികൾ ഭാവി തലമുറയ്ക്ക് കാണാനുള്ളൊരു ഓപ്ഷനും കൂടിയാണ്. ആ ഒരു മോഹം വെച്ച് എടുത്തതാണ്. എങ്ങനെയാണ് പഞ്ചാബിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വാഹനം എത്തിച്ചത്? ഞാൻ ബൈ ട്രാൻസ്പോർട്ടാണ് ചെയ്യുന്നത്. ലോറി ത്രൂ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് വണ്ടി ഇവിടെ എത്തിച്ചത്. ഇത് അവിടെ ഉള്ളൊരു പാർട്ടിയുടെ അടുത്തുനിന്ന് വാങ്ങി, പഞ്ചാബുള്ള പാർട്ടിയുടെ അടുത്ത്. അവർ ഇതിന് കുറച്ച് മുന്നേ മിലിറ്ററിയിൽ നിന്ന് വാങ്ങി ഇതേപോലെ തന്നെ സ്റ്റോക്കാക്കി വെച്ചതായിരുന്നു, ഒരു ഷോപ്പിന് വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ ആദ്യം അവർ തരില്ല എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ഡീൽ ചെയ്ത് എടുത്തതാണ് സംഗതി. ഇത് ആക്ച്വലി നമ്മൾ ഓട്ടോ എക്സ്പോ അതേപോലെ തന്നെ പുതിയ സ്റ്റുഡൻസിന് കാര്യങ്ങൾക്കൊക്കെ ഈ വണ്ടിയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ഓപ്ഷന് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനാണ് നമ്മളെ പ്ലാൻ വരുന്നത്. അപ്പോൾ കുറച്ച് മെയിൻ്റെനൻസ് വർക്കും കൂടി ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഓട്ടോ എക്സ്പോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വണ്ടി വിട്ടുകൊടുക്കും. ഇതാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. 14 ലിറ്റർ V8 എഞ്ചിനാണ് ഇതിലുള്ളത്. അതായത് 7 ടൺ ഭാരം വഹിക്കാനും 30 ടൺ ഭാരം കെട്ടി വലിക്കുവാനുള്ള ശേഷി ഈ എഞ്ചിനുണ്ട്. V8 എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഏകദേശം 240 ഹോഴ്സ് പവറും 40 ലിറ്റർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. 880 ആണ് ഇതിൻ്റെ എണ്ണം ടോക്ക് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ 6x6 വെഹിക്കിളാണ്. ആക്ച്വലി ഈ വെഹിക്കിൾ ഇന്ത്യൻ ആർമി മിസൈൽസും കാര്യങ്ങളൊക്കെ ഹെവി ലോഡ്സൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡെസേർട്ട് ഏരിയകളിലൊക്കെ ഇങ്ങനത്തെ ഹെവി വെഹിക്കിളിൻ്റെ ആവശ്യം അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യൻ ആർമി ഈ വണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ ആർമി ഐ തിങ്ക് 1993 അവർ ഇതെടുത്തത്. ഐ തിങ്ക് 1960s ഇതിൻ്റെ മാനുഫാക്ചറിങ് യുക്രൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ആർമി 1993 രജിസ്ട്രേഷനാണ്. ഈ ഹെഡ് ലാമ്പ് ആക്ച്വലി ഇന്ത്യൻ ആർമി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതായത് നമ്മൾ ഈ ലൈറ്റ് ഫ്രണ്ടിലേക്ക് ഒബ്ജക്റ്റ് ചെയ്ത് വരുമ്പം ഈ മിലിറ്ററി അതർ രാജ്യങ്ങളിലുള്ള ആളുകൾ ഇതിനെ നോട്ടീസ് ചെയ്യാതൊക്കെ വേണ്ടിയിട്ടാണ് ഇത് താഴ്ത്തി വരുന്നത്. അതിനാണ് മെയിനായിട്ട് ഈ മിലിറ്ററി ഹെഡ് ലാമ്പ്സ് അധികം. നിങ്ങൾക്ക് എവിടെ ഏത് വണ്ടി മിലിറ്ററി ഹെഡ് ലാമ്പ്സ് നോക്കിയാലും കാണാൻ പറ്റും. ഇത് ഏകദേശം താന്നിട്ട് വരും, മുകളിലേക്ക് ഇതിൻ്റെ പ്രൊജക്ഷൻ ഉണ്ടാവില്ല. ഇതിന് 8 സ്പീഡ് ഗിയർ വരുന്നുണ്ട്. 6x6 വെഹിക്കിൾ ആയതിനെക്കൊണ്ട് 4x4ലും അതേപോലെ തന്നെ 6x6ലും 2 വീലായിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റും, വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾക്ക് അത്രയും ലിവർ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ വീഞ്ച് വരുന്നുണ്ട്. അടിയിലൊരു നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് കുടുങ്ങി കഴിഞ്ഞാൽ അത് വലിക്കാനുള്ള വലിയൊരു ഹെവി എക്വിപ്മെൻറ്റ് വീഞ്ച് ഉള്ളിൽ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിവറും കൂടി നിങ്ങൾക്ക് ഉള്ളിൽ കാണാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വണ്ടിപ്രാന്തന്മാരുള്ളത് ഇപ്പോൾ നിങ്ങൾ നോർത്തിൽ അവിടെ പോയാൽ എല്ലാവരും പറയപ്പെടുന്നത് കേരളം എന്നാണ്. അത് കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ, ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റ് ആവട്ടെ, ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്ന് ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒരുപാട് ആളുകൾ വില പറഞ്ഞു പോയിട്ടാണ് ഞാൻ പിന്നെ കൊടുക്കൂല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആ ഒരു മോഹത്തിൻ്റെ മുകളിൽ എടുത്തതാണ്. അങ്ങനെ പുറത്തേക്ക് കൊടുക്കാനുള്ള മൂഡിൽ എടുത്ത വണ്ടിയല്ല. ഈ വണ്ടികൾ നമ്മൾ റീൽസിലും മറ്റും കാണുക എന്നല്ലാതെ നേരിട്ട് വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മൾ കേരളത്തിൽ കൊണ്ടുവരാൻ, നമ്മൾ ബിൽഡ് ചെയ്യുക, നമ്മളെ കേരളത്തിലുള്ള ആളുകൾക്ക് ഈ വണ്ടി കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മിലിറ്ററിൻ്റെ യുക്രൈനിയൻ വെഹിക്കിൾസ് നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ടെട്ര പോലത്തെ ഒരുപാട് വണ്ടികളുണ്ട്, അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ പാടന്നെ നമ്മൾ എന്താക്കും, അങ്ങനത്തെ വണ്ടികളിലേക്ക് നമ്മൾ നീങ്ങുന്നതാണ്. നിലവിൽ ചെറിയ മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട്, പവർ സ്റ്റിയറിങ്ങിൻ്റെ ചെറിയ വർക്ക് കാര്യങ്ങളുണ്ട്. കളറ് മാറ്റാൻ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലറ ചില്ലറ പാച്ച് വർക്ക്സ്. പിന്നെ ഈ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് നമുക്ക് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വേറൊരു എമറാൾഡ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറാണ് നിലവിൽ പ്ലാൻ ചെയ്തത്. 6 മന്ത്സിനുള്ളിൽ നമ്മളിത് സെറ്റ് ചെയ്യും. ഒരുപാട് വർക്ക് കാര്യങ്ങൾ പെൻഡിങ് ഉള്ളത് കൊണ്ട് അതിലേക്ക് നീങ്ങിയിട്ടാണ് ഇതിൻ്റെ വർക്ക് ഡിലേ ആവുന്നത്. റോട്ടിൽ ഓടിക്കാൻ നിലവിൽ എന്തില്ല, നമുക്ക് റൈറ്റ്സ് ഇല്ല. നിലവിൽ റോട്ടിൽ ഓടിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷെ നമുക്കിത് ടോ ചെയ്ത് കൊണ്ടുപോകാം. കാരണം അത് 2020 മറ്റും അവർ ലേലത്തിനെടുത്ത വണ്ടിയാണ്. അപ്പോൾ നമുക്കിത് ടോ ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നമുക്ക് റൈറ്റ്സ് ഉണ്ട്.